السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء. واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وعلى آله وصحبه وسلم. وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്താണ് എന്നും അവരുടെ മാർഗരീതി, മൻഹജ്, അഖീദ ഇവയെല്ലാം സംബന്ധിച്ച് ഒരു ദീർഘമായ വിവരണം നിങ്ങൾ കേട്ട് കഴിഞ്ഞു. വഹഫിളഹു മൻ ഹഫിൾ വനസിയഹു മൻ നസി. ഇൽമ് അതാണ് അഹ്ലുസുന്നയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടിത്തറ. അതുകൊണ്ട് നേരത്തെ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കാൻ, ജീവിതത്തിൽ ഉപകരിക്കാൻ, സംരക്ഷണം നൽകാവുന്ന ഒരു മരുന്ന്, ഇൽമിനെ സംബന്ധിച്ചുള്ള ഒരു വസിയ്യത്ത്. കാരണം ഒരു പക്ഷേ വയനാടുകാർക്ക് പ്രത്യേകിച്ചും, അതുപോലെ തന്നെ ഇവിടെ കേട്ടിരുന്ന പലർക്കും പുതുമയുള്ള ചില കാര്യങ്ങളായിരിക്കും ഇസ്ലാം ദീനിന്റെ പഴമയുള്ള കാര്യങ്ങളിൽ നിന്ന് നമ്മൾ ഇന്ന് കേട്ടത്. പക്ഷെ ഇനി നമ്മൾ ജീവിതത്തിൽ ഒരിക്കൽ ഇങ്ങനെ ഒന്ന് കേട്ടിട്ട് പിന്നെ നമ്മൾ ഇറങ്ങുന്ന ലോകം, ഈ ഒരു മജ്ലിസ് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുന്ന ലോകം നേരത്തെ പറയപ്പെട്ട ധാരാളക്കണക്കിനുള്ള ഫിത്നകൾ, ദീനിന്റെ ശരിയായ വഴിയിൽ നിന്ന് നമ്മെ പിടിച്ചു വലിച്ച് അകപ്പെടുത്തി നശിപ്പിക്കാവുന്ന തരത്തിലുള്ള ഫിത്നകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ലോകത്തേക്കാണ്. പ്രസംഗങ്ങൾ ധാരാളം കേൾക്കേണ്ടി വരുന്ന, അഭിപ്രായങ്ങൾ വേണ്ടെന്ന് വെച്ചാലും കാതിൻ്റെ അടുക്കൽ അലയടിക്കപ്പെടുന്ന ഒരു ലോകത്തേക്കാണ് നമുക്കിനി ഇറങ്ങാനുള്ളത്. അതുകൊണ്ട് ഫിത്നകൾ അതൊന്നിനു പുറകെ ഒന്നായി നമ്മെ പിടികൂടുന്നതിന് വേണ്ടി വന്നുകൊണ്ടിരിക്കുക തന്നെ ചെയ്യും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം അന്ത്യനാളിന്റെ അടയാളങ്ങളെ സംബന്ധിച്ച് ഉണർത്തുന്ന സന്ദർഭത്തിൽ ധാരാളക്കണക്കിന് ഹദീസുകളിൽ വ്യത്യസ്തങ്ങളായ അൽഫാലുകളോട് കൂടി ഉണർത്തി തന്നിട്ടുള്ള ഒരു കാര്യമാണ് യുർഫഉൽ ഇൽം
വയക്സുറുൽ ജഹൽ യുർഫഉൽ ഇൽം വയസ്ബുതുൽ ജഹൽ യുഖ്ബദുൽ ഇൽം വതദ്ഹറുൽ ഫിതൻ തുടങ്ങിയിട്ടുള്ള അൽഫാദുകളിൽ നമുക്ക് കാണാം. ഇൽമു ഉയർത്തപ്പെടും, ജഹല് അധികരിക്കും. ഇൽമു വളരെ കുറച്ചായിരിക്കും, നിങ്ങൾ കേൾക്കുക. ജഹല് ധാരാളമായിരിക്കും. ഒരു ജഹല് കൊണ്ട് നിൽക്കില്ല, ജഹല് അത് വർദ്ധിച്ചു കൊണ്ടിരിക്കുക തന്നെ ചെയ്യും. ഇൽമു ഉള്ളതുകൂടി ഉയർത്തപ്പെടും. അതുപോലെ തന്നെ യുർഫഉൽ ഇൽം, ഇൽമു ഉയർത്തപ്പെടും. അതിന്റെ ഫലം അധികരിക്കുന്ന ജഹല്, പുതുതായി വന്നുകൊണ്ടിരിക്കുന്ന ജഹല് സമൂഹത്തിൽ അത് യുസ്ബത്ത്, അതിന് സ്ഥായിയായ സ്ഥാനം ലഭിക്കും. അത് സമൂഹത്തിൽ ഉറക്കും. ജഹല് ഉറച്ചതായിത്തീരും. ജനങ്ങളുടെ അടുക്കൽ നിന്ന് ഇളക്കിക്കളയാൻ കഴിയാത്ത വിധം ജഹല് ഉറച്ചു പോകും. ആ ഒരവസ്ഥയിലേക്കെത്തും. യുഖ്ബദുൽ ഇൽം, ഇൽമു ഉയർത്തപ്പെടും. വതദ്ഹറുൽ ഫിതൻ, ഫിത്നകൾ പ്രത്യക്ഷമാകും. ദീനിനെ ബാധിക്കുന്ന ഫിത്നകൾ അത് പ്രത്യക്ഷമാവുകയും ചെയ്യും. ഈ നിലക്ക് ധാരാളക്കണക്കിന് ഹദീസുകളിൽ ഇത്തരം വസിയത്തുകൾ കാണാം. അത് എവിടുന്ന് തുടങ്ങി? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം വഫാത്താകുന്നതോടുകൂടി അന്ത്യനാളിന് പറയപ്പെട്ട ഈ അടയാളങ്ങളെല്ലാം ഓരോന്നോരോന്നായി വെളിപ്പെട്ടു തുടങ്ങി. പിന്നീട് അതിന്റെ വളർച്ച, അതിനെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നമുക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം, മാ യഅതി ആമുൻ ഇല്ലാ വല്ലദീ ബഅദഹു ശർറും മിൻ. ഒരു വർഷവും നിങ്ങളുടെ അടുക്കൽ കടന്നു പോവില്ല അതിന്റെ തൊട്ടടുത്തത് കഴിഞ്ഞതിനേക്കാൾ ശർറ് കൂടിയതായിട്ടല്ലാതെ. നേരത്തെ ഫിത്നയെ സംബന്ധിച്ചുള്ള ഹദീസിലും നമ്മൾ കേട്ടു, തുറക്കിഖു ബഅ്ദുഹു ബഅ്ദഹ, അതിലൊന്ന് ഒന്നിനെ നൈർമല്യപ്പെടുത്തും. കഴിഞ്ഞത് മറ്റൊന്ന് വരുമ്പോൾ കഴിഞ്ഞു പോയത് നേർത്തതായിരിക്കും. അതാണ് ഫിത്ന വരുന്ന രീതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം വിട്ടുപോയ ആ ഇൽമ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ മനുഷ്യർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള ഇൽമിൽ നിന്ന് വളരെ കുറച്ചാണ് അത്. അതിന്റെ സ്ഥിതി ഇപ്പോൾ എങ്ങനെയാണ് അവശേഷിക്കുന്നത് എന്നത് 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഹാഫിദുൽ ദഹബി റഹിമഹുല്ലാഹ് അന്നത്തെ സമൂഹത്തെ വിലയിരുത്തിക്കൊണ്ട് പറഞ്ഞത്, വമാ ഊതു മിനൽ ഇൽമി ഇല്ലാ ഖലീല, ഇൽമിൽ നിന്ന് വളരെ കുറച്ചല്ലാതെ നമുക്ക് നൽകപ്പെട്ടിട്ടില്ല. വഅമ്മൽ യൗം ഫമാ ബഖിയ മിനൽ ഉലൂമിൽ ഖലീല ഇല്ലൽ ഖലീൽ ഫീ ഉനാസിൻ ഖലീൽ. അല്ലാഹു വളരെ കുറച്ചു മാത്രമേ മനുഷ്യന് അറിവ് കൊടുത്തിട്ടുള്ളൂ. എന്നാൽ ഇന്ന് ആ കുറഞ്ഞ അറിവിൽ നിന്ന് തന്നെ, അതിൽ നിന്ന് തന്നെ വളരെ കുറച്ച് ആളുകളിൽ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. മാ അഖല്ല മൻ യഅമലു മിൻഹും ബിദാലികൽ ഖലീൽ. ആ കുറച്ചുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ ആളുകളിലുള്ള വളരെ കുറഞ്ഞ ഇൽമ്, അതുകൊണ്ട് തന്നെ അമല് ചെയ്യുന്നവർ എത്രയോ കുറവാണ്. ഫഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ. ഇൽമ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ അവസ്ഥ എത്രത്തോളം, എങ്ങനെയാണ് ഖിയാമത്തിനോട് അടുക്കുന്ന സന്ദർഭത്തിൽ അതെത്തുക എന്നുള്ളത് ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു തആല അൻഹു റിവായത്ത് ചെയ്തിട്ടുള്ള സുദീർഘമായ ഒരു ഹദീസിൽ ഇപ്രകാരം നമുക്ക് കാണാം. ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദ്റുസുൽ ഇസ്ലാം കമാ യദ്റുസു വശ്യുസ് സൗബ്. ഇസ്ലാം നേർത്ത് നുരുമ്പിച്ച് ഇല്ലാതായി പോകും. ഏതുപോലെ? ഒരു വസ്ത്രത്തിന്റെ തുണിയുടെ അറ്റം നുരുമ്പിപ്പോകുന്നത് പോലെ, വസ്ത്രം നുരുമ്പുന്നത് പോലെ ഇസ്ലാം അത് നേർത്ത് നുരുമ്പിച്ചു പോകും. ഹത്താ ലാ യുദ്റാ മാ സിയാമുൻ വലാ സ്വലാത്തുൻ വലാ നുസുകുൻ വലാ സദഖ. എത്രത്തോളം വന്നാൽ ജനങ്ങൾക്കറിയാതായി തീരും എന്താണ് നോമ്പ്, എന്താണ് നിസ്കാരം, എന്താണ് നുസുക്ക്,
എന്താണ് സ്വതക്ക, ഇതുപോലും വേർതിരിച്ചറിയാത്ത അവസ്ഥയെത്തും. ഇതുപോലും അറിയാത്ത അവസ്ഥ. ഇത് ഏറെക്കുറെ നമ്മൾ അതിൻ്റെ ഏതാണ്ട് വലിയ ഭാവം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് മുതൽ തുടങ്ങിയിട്ടുള്ള ആ ഫിത്നയുടെ ഇങ്ങേയറ്റത്ത് നിൽക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് ഇൽമ് വളരെ കുറഞ്ഞ ഇന്ന് ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞ ഈ പ്രധാനപ്പെട്ട ഏതാനും ഇബാദത്തുകൾ അത് തന്നെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. സുയാം, നോമ്പിന്റെ കാര്യം. നോമ്പ് ഫജ്റിന്റെ ഉദയം മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെ വെള്ളം കുടിക്കാനോ ഭക്ഷണം കഴിക്കാനോ ഒന്നും കഴിയില്ല. അതൊഴിവാക്കി വെക്കണം എന്നതൊഴിച്ചാൽ റമദാനിലെ നോമ്പിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ മറ്റു നോമ്പുകളുടെ അഹ്കാമുകളെ സംബന്ധിച്ചോ മുസ്ലിമീങ്ങൾക്ക് അതിൻ്റെ അഹ്കാമുകളും ആദാബുകളും എന്താണ് അറിയുക? റമദാനായി കഴിഞ്ഞാൽ ധാരാളം അബദ്ധങ്ങൾ വരുത്തി വെച്ചിട്ട് പിന്നെ അതൊക്കെ വീണ്ടും ചോദിച്ചറിഞ്ഞ് ശവ്വാലാകുമ്പോഴും അത് കഴിഞ്ഞാലും ഒക്കെ അതേ ജഹലിൽ തന്നെ തുടരുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ നമസ്കാരത്തിന്റെ കാര്യം അത് പറയുകയും വേണ്ട. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയും സുവ്യക്തമായി കാണിച്ചു തന്ന മറ്റൊരു ഇബാദത്തുണ്ടാവില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ചുരുങ്ങിയത് 5 നേരം ജമാഅത്തായി സ്വഹാബത്തിന് മുന്നിൽ നിസ്കരിക്കുന്നുണ്ട്. മാത്രമല്ല അതിന്റെ ഗൗരവം കണക്കാക്കി റസൂലുള്ള മിമ്പറിൽ നിന്നുകൊണ്ട് പ്രത്യേകം അത് പഠിപ്പിച്ചു കൊടുത്തു. ആരിലെങ്കിലും അബദ്ധം കണ്ടാൽ പ്രത്യേകം വിളിച്ചുണർത്തിക്കൊടുത്തു. മുതവാത്തിറായി സ്വഹാബത്ത് അത് നമുക്ക് റിവായത്ത് ചെയ്ത് കാണിച്ചു തന്നു. അതിലെ ഒരു ചലനം പോലും ഒന്നുപോലും വിടാതെ തശഹുദിലിരിക്കുന്ന സന്ദർഭത്തിൽ ഉയർത്തിവെച്ചിരിക്കുന്ന ചൂണ്ടിവെച്ചിരിക്കുന്ന വിരല് ഇളകുന്നത് പോലും എപ്രകാരമായിരുന്നുവെന്ന് സുവ്യക്തമായി സ്വഹാബത്ത് നമുക്ക് റിവായത്ത് ചെയ്തു തന്നു. ഹദീസുകളിൽ, സ്വഹീഹായ ഹദീസുകളിൽ അത് വിശദമായി വിവരിക്കപ്പെട്ടു. ഉലമാക്കൾ പ്രത്യേകം ജുഹദ് കാണിച്ച് അത് മുഫ്രദായി തന്നെ വിവരിക്കുകയും ചെയ്തു, വേറെ വേറെ തന്നെ വിവരിക്കുകയും ചെയ്തു. എന്നിരിക്കെ ഏറ്റവും കൂടുതൽ ഒരു മുസ്ലിമിന്റെ അടയാളങ്ങളിൽ ഏറ്റവും മിനിമം അവസാനമായി ഉയർത്തപ്പെടുന്ന പ്രത്യക്ഷമായ അടയാളം അത് തന്നെയും അതിന്റെ തന്നെ അവസ്ഥ, ആ നമസ്കാരത്തിന്റെ തന്നെ അവസ്ഥ, ഒരു പള്ളിയിൽ കയറിയാൽ, മുസ്ലിമീങ്ങളുടെ ഒരു പള്ളിയിൽ കയറിയാൽ ഏത് വിഭാഗമാകട്ടെ, ഖുർആന്, സുന്നത്ത്, എന്നിട്ട് നേരത്തെ പറയപ്പെട്ടതുപോലെ ലേണിംഗ് സ്കൂള്, അല്ലാത്ത സ്കൂള്, അല്ലാത്ത മദ്രസകൾ, അല്ലാത്ത കോഴ്സുകൾ, അല്ലാത്ത ക്യാമ്പയിനുകൾ, ഇതൊക്കെ നടത്തി വഴന്നു പറയുന്ന ആളുകളുടെ അനുയായികളാകട്ടെ, പള്ളികളിൽ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്ന സ്വഭാവം കണ്ടാൽ മുസ്ലിമീങ്ങൾക്ക് ഇന്ന് ബാധിച്ചിരിക്കുന്ന അനൈക്യം ഒരു നാട്ടിലെ പള്ളിയിൽ പോയാൽ അവിടെ നിന്ന് തന്നെ നമുക്ക് കാണാം. അവരുടെ ദീനിൽ ബാധിച്ചിരിക്കുന്ന, ദീനിനെ സംബന്ധിച്ച് അവർക്ക് ബോധമില്ല, അറിവുമില്ല, അമലുമില്ല എന്നുള്ളതിന്റെ അവർ വളരെ ലൂസാണ് അവരുടെ ദീനിന്റെ കാര്യത്തിൽ എന്നുള്ളത് നിസ്കാരം കണ്ടാൽ അതിൽ നിന്ന് മനസ്സിലാക്കാം. ഒരു വ്യക്തി അയാളുടെ ദീനിൽ എത്രത്തോളം താല്പര്യമുള്ളവനാണ് ഇല്ലാത്തവനാണ് എന്നുള്ളത് നിസ്കാരത്തിന്റെ രൂപം കണ്ടാൽ മനസ്സിലാക്കാം. മുസ്ലിമീങ്ങൾ വളരെ വളരെ വിദൂരത്താണ് റസൂലുള്ളാഹിയുടെ നിസ്കാരത്തിൽ നിന്ന്. എന്താണ് അതിന്റെ രൂപം? എന്താണ് അതിൽ ചൊല്ലുന്നത്? എന്താണ് അതിൽ പറയുന്നത്? ഒന്നും അറിയില്ല. കുറെ വാക്കുകൾ, കുറെ അൽക്കാറുകൾ അങ്ങനെ ഉരുവിടുന്നു, എന്തൊക്കെയോ ഒന്ന് കാണിച്ചു കൂട്ടുന്നു, ഇത്രമാത്രം. ഇതാണ് നിസ്കാരത്തിന്റെ കാര്യം. നിസ്കാരത്തിലെ ഒരു ദിക്ർ വേണ്ട. നമ്മൾ ഏറ്റവും കൂടുതൽ നിസ്കാരത്തിൽ ഒരു പക്ഷേ ആവർത്തിച്ച് പല തവണ പറയുന്ന ദിക്റാണ് അല്ലാഹു അക്ബർ. ആ ഒരു അല്ലാഹു അക്ബർ എന്നതിന്റെ മഅന എന്താണ് ചോദിച്ചാൽ ഭൂരിഭാഗം മുസ്ലിമീങ്ങൾക്കും അറിയില്ല. ഇനി അറിയുന്നവരാണെങ്കിൽ പോലും വല്ലപ്പോഴും കേട്ടുപോയിട്ടുള്ളവരാണെങ്കിൽ തന്നെ നിസ്കരിക്കുന്ന സന്ദർഭത്തിൽ അങ്ങനെ ഒരു ബോധമില്ല. അല്ലാഹു അക്ബർ എന്ന് ആദ്യം തക്ബീറത്തുൽ ഇഹ്റാമിൽ കൈകെട്ടുന്നത് ഓർമ്മ ഉണ്ടാകും. പിന്നെ ഓർമ്മ തെളിയുക അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് തഹ്ലീലിലാകുമ്പോഴാണ്. അതിനിടയ്ക്ക് എന്തൊക്കെ ചെയ്യുന്നത് എന്നുള്ളത്
നിസ്കാരക്കാരെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, നിസ്കരിച്ചിട്ട് നിസ്കാരത്തിന്റെ പകുതി കൊണ്ട് മാത്രം തിരിച്ചു പോരുന്ന ആളുകളുണ്ട്. അള്ളാന്റെ അടുക്കൽ അജ്ർ വെറും അതിന്റെ പകുതി മാത്രം, അല്ല 10-1, 9-1, 8-1, 7-1 ഒരാൾക്ക് അയാളുടെ നിസ്കാരത്തിൽ നിന്ന് ലഭിക്കുക. മഅഖില മിൻഹ, ബോധത്തോടുകൂടി അതിൽ നിർവഹിച്ചത്. അതാണെങ്കിൽ ചില ആളുകളുടെ ബോധം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അല്ലാഹു അക്ബർ എന്ന് കെട്ടുമ്പോഴേ ഉണ്ടാകുള്ളൂ, പിന്നെ സലാം വീട്ടുന്നിടത്താണ് ബോധം വരിക. അപ്പൊ നിസ്കാരത്തിൽ നിന്ന് പിന്നെ എന്തുണ്ടാകുക? ഒന്നും നമുക്ക് പ്രതിഫലമായി ലഭിക്കാനുണ്ടാവില്ല. ഇതാണ് നിസ്കാരത്തിന്റെ കഥ. അതിൽ അദ്കാറുകൾ തനവ്വുആയി റസൂലുള്ളാഹി പഠിപ്പിച്ച എത്രയോ അദ്കാറുകളുണ്ട് നിസ്കാരത്തിൽ. ആ അദ്കാറുകൾ പഠിക്കാൻ ഒരല്പനേരം ജീവിതത്തിൽ അത് മാറ്റിവെച്ചിട്ട് ജീവിതത്തിൽ എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഇബാദത്തൊന്ന് പഠിക്കാൻ, അതെങ്ങനെ പഠിക്കണമെന്നുള്ള രീതി നേരത്തെ പറഞ്ഞു. പഠിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പുസ്തകം വായിക്കുക എന്നല്ല. അതിന്റെ അർത്ഥം ഏതെങ്കിലും ഒരു പുസ്തകം വായിക്കുക എന്നല്ല പഠിക്കുന്നതിന്റെ അർത്ഥം. നേരെ മറിച്ച് ഇൽമുള്ള ആളുകളുടെ അടുക്കൽ പോയിരുന്ന് പഠിക്കുന്നതിനാണ്, ചോദിച്ചു പഠിക്കുന്നതിനാണ് തഅല്ലും എന്ന് പറയുക. ഇൽമ് നേടൽ എന്ന് പറയുക അതിനാണ്. ഇൽമുള്ള ആളുകളോട് ചോദിച്ചു പഠിച്ച് എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത്, എങ്ങനെ ആ ഉച്ചരിക്കുന്ന സന്ദർഭത്തിൽ എങ്ങനെയാണ് സൂറത്തുൽ ഫാത്തിഹ പോലും എവിടെ എങ്ങനെ മുറിച്ചു ഓതണം എന്നതുപോലും അറിയാത്തവരാണ് ഇന്ന് സാധാരണക്കാരല്ല. പല പള്ളികളിലും ഇമാമായി നിൽക്കുന്ന ഇമാമീങ്ങൾ വരെ. എന്നിട്ട് അങ്ങനെങ്കിലും ഒപ്പിച്ചു പോയി ഓതാവുന്ന ഒരു ഇമാമ് പോലും മലയാളികളുടെ കൂട്ടത്തിൽ കിട്ടാനില്ല. അങ്ങനെ ആകുമ്പോഴാണ് നമ്മൾ കൂലിക്കാളെ കൊണ്ടുവന്നിട്ട് പള്ളികളിൽ നിർത്തുക. ഇന്ന് അധികം പള്ളികളിൽ പോയാൽ കൂലിക്ക് നിസ്കരിക്കാൻ നിൽക്കുന്ന ആളുകളെ കിട്ടുക. അവർ കൂലിക്ക് നിൽക്കും. അവരെ സംബന്ധിച്ചിടത്തോളം ഉത്തരേന്ത്യക്കാരോ അല്ലെങ്കിൽ ബംഗാളികളൊക്കെ ആയ ആളുകൾ അവരിവിടെ പല പണിക്കും വരുന്നുണ്ട്. തേപ്പിന്റെ പണിക്ക് വരും, വാർക്കപ്പണിക്ക് വരും. ആ കൂട്ടത്തിൽ വരുന്നൊരു പണിയാണ് എന്ത്? നിസ്കാരപ്പണിക്കും വരും. അത് റമദാനിൽ സ്പെഷ്യൽ വരുന്നവരുണ്ടാകും. തേപ്പിന് മാത്രം സ്പെഷ്യൽ വരുന്ന പിന്നെ കൽപ്പണിക്കാരെ പോലെ തന്നെ നല്ല ഫിനിഷിങ്ങുള്ള തേപ്പുള്ളതുകൊണ്ട് ചിലർ തേപ്പിന് മാത്രം കൊണ്ടുവരും. അതേമാതിരി റമദാനിന് മാത്രം പ്രത്യേകം വണ്ടി പിടിച്ച് പോരുന്ന ആൾക്കാരുണ്ട്. അത് കഴിഞ്ഞാലോ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പള്ളിയിൽ 10 രൂപ കൂടുതൽ കിട്ടിയാൽ അങ്ങോട്ട് പോകും. ഇതൊരു വ്യവസായം, ജോലി, അതിന്റെ ഭാഗം മാത്രം. നിസ്കരിക്കുന്ന നിസ്കാരത്തോട് ഒരു ആത്മാർത്ഥതയും കാണിക്കാത്ത അങ്ങനെ നിസ്കാരത്തിന്റെ ജോലിക്കാര് അവരെ ശമ്പളത്തിന് വെക്കേണ്ടി വന്നു. ഒരു മഹലിൽ ഒരു പള്ളി ഉണ്ടാക്കിയാൽ പള്ളി വേണ്ടോ? പള്ളി ഉണ്ടാകാൻ വലിയ പണിയൊന്നുമില്ല. അറബികൾ ജീവിച്ചിരിക്കുന്ന കാലത്തോളം പള്ളികൾ വേണ്ടോ? പള്ളി ഒരു നാട്ടിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇമാം ഉണ്ടാകുക എന്നുള്ളത് ആ നാട്ടില് അഖ്റഉക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നന്നായി ഓതാൻ കഴിയുന്ന ആള്. അങ്ങനെ സംഭവം തന്നെ ഉണ്ടാവില്ല. പള്ളി കമ്മിറ്റിക്കാരൊക്കെ ചിലപ്പോൾ പിന്നെ നിസ്കാരത്തിന് ഇമാം വെക്കും. അപ്പോൾ ലൊഹറിന് അസറിന് ആ 2 നേരത്ത്, ബാക്കിയുള്ള നേരത്ത് മുങ്ങും. ഇങ്ങനെയാണ് മുസ്ലിമീങ്ങളുടെ നിസ്കാരത്തിന്റെ അവസ്ഥ, മെച്ചപ്പെട്ട ആളുകളുടെ തന്നെ അവസ്ഥ. നിസ്കാരത്തെ സംബന്ധിച്ച് അതിൽ ആദ്യം അതിന്റെ ഖുശൂ ഉയർത്തപ്പെട്ടു. ഇൽമിൽ നിന്ന്, അമലിൽ നിന്ന് ഉയർത്തപ്പെടുന്ന, മുസ്ലിമീങ്ങളുടെ ഇടയിൽ നിന്ന് ഉയർത്തപ്പെടുന്ന ആദ്യത്തെ കാര്യം ഖുശൂ ആണ്. ഖുശൂ എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിലുള്ള അടക്കം, ഒതുക്കം. അത് കിട്ടണമെങ്കിൽ എന്ത് വേണം? നിസ്കാരത്തിൽ ബോധം വേണം. അതുണ്ടാകണമെങ്കിൽ എന്താണ് നിസ്കരിക്കുമ്പോൾ ചൊല്ലിപ്പറയുന്നത് എന്നുള്ളത് ഓർമ്മയിലുണ്ടാകണം, അറിയുന്നവരാകണം. ആ ഖുശൂ നമുക്കിന്ന് നിസ്കാരത്തിലില്ല. നിസ്കാരത്തിൽ ഖുശൂ ഇല്ല. അവിടെ നിന്ന് തുടങ്ങിയിട്ട് നിസ്കരിക്കുമ്പോൾ ചൊല്ലിപ്പറയുന്ന ഒരു വാക്കും അറിയാതെ, ഒരു വാക്ക് പോലും അറിയാതെ ചൊല്ലിപ്പറയുന്ന ആളുകളാണ് ഭൂരിഭാഗം മുസ്ലിമീങ്ങൾ. പരിഭാഷ വെച്ചിട്ട് പുസ്തകം നോക്കി പഠിച്ചവരുണ്ടാകും. അതൊരു ആത്മാവില്ലാത്ത വാചകത്തിന്റെ അർത്ഥം മാത്രമാണ് പഠിക്കുക. അല്ലാഹു അക്ബർ, അല്ലാഹു വലിയവനാണ്. എന്നിട്ടോ നമ്മളെ നിസ്കാരവും അതും തമ്മിൽ എന്താ ബന്ധം? എന്താ നിസ്കരിക്കുമ്പോ ആ ചൊല്ലുന്നതും അല്ലാഹു അക്ബർ. അക്ബർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ തൗഹീദിന്റെ പ്രഖ്യാപനമാണ് തക്ബീർ. ആ പ്രഖ്യാപനമാണ് നിസ്കാരത്തിൽ ഉടനീളം. പക്ഷെ അത് ഒരു ഗുരുനാഥന്റെ അടുക്കൽ, ഉസ്താദിന്റെ അടുക്കൽ ഇരുന്ന് ചൊല്ലി പഠിച്ച് നിസ്കാരത്തിന്റെ വിശദാംശത്തിൽ അത് പഠിക്കാൻ നമുക്കതിന് സമയമില്ല. അതിനൊന്നും നമുക്ക് നേരല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ അബൂ ത്വലാൽ ഹഫ്ളഹുല്ലാ പറഞ്ഞതുപോലെ ഈ വലിയ പിന്നെ എന്താ നമ്മൾ കടുക് ചോർന്നു പോകുന്നൊക്കെ കാണും, ആന ചോർന്നു പോകുന്ന കാണൂല എന്ന് പറഞ്ഞ മാതിരി വലിയ കാര്യങ്ങളൊക്കെ, ഭയങ്കര വലിയ കാര്യങ്ങളൊക്കെ കാര്യം ചർച്ച.
ഉഗാണ്ടയിലെ പട്ടിണിയും ചെച്ചനിയയിലെ പട്ടിണിയും അതല്ലെങ്കിൽ അതിനേക്കാളും വലിയ സാമ്പത്തിക ചർച്ചയും അതൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരെ കൊണ്ടുവന്നിട്ടോ സാമൂഹ്യ സാമ്പത്തിക രംഗങ്ങളിലൊക്കെ വിചക്ഷണന്മാരായ ആളുകളെ കൊണ്ടുവന്നിട്ടോ മുസ്ലിമീങ്ങൾക്ക് ക്യാമ്പയിൻ നടത്തിയിട്ട് താത്താർക്കും കാക്കാർക്കും പഠിപ്പിച്ചു കൊടുക്കും. ഇസ്ലാമിനെ കുറിച്ച് ചർച്ച, സിംപോസിയം, വലിയ വലിയ വായിക്കൊള്ളാത്ത വാക്കുകളൊക്കെ ഉണ്ടാവും. നിസ്കരിക്കേണ്ട എങ്ങനെയാണ്, നോമ്പോക്കേണ്ട എങ്ങനെയാണ്, ഇത് പഠിപ്പിച്ചു കൊടുക്കാൻ ഇസ്ലാമിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആർക്കും സമയമില്ല. പഠിക്കാൻ നമുക്കിട്ട് താല്പര്യമില്ല. ഇതാണ് നിസ്കാരത്തിന്റെ കാര്യം. വല സ്വതക്ക, സ്വതക്കന്റെ കാര്യം. വല നുസുക്ക്, നുസുക്ക് എന്ന് പറഞ്ഞാൽ ബലികർമ്മം അല്ലെങ്കിൽ ഹജ്ജിന്റെ കർമ്മങ്ങൾ. ഈ 2 കാര്യങ്ങൾ നുസുക്കിൽ പെടും. ഇതൊക്കെ പ്രധാനപ്പെട്ടത് എടുത്തു പറഞ്ഞു എന്നുള്ളതാണ്. ബലികർമ്മം എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് എന്താ പറയുക, ഉലുഹിയത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഉലുഹിയത്ത് എന്ന് പറഞ്ഞാൽ പള്ളിക്ക് കൊടുക്കുന്ന 3500 റുപ്യ. വേറെ ഉലുഹിയത്ത് നമുക്കറിയാം. ഉലുഹിയത്ത് ഇപ്പം അങ്ങനെയായി മാറി. ഉലുഹിയത്ത് എന്നല്ല, ഒരുവിധപ്പെട്ട ഇബാദത്തുകളൊക്കെ സമ്പത്തുമായി ബന്ധപ്പെട്ടതാണോ പള്ളി കമ്മിറ്റിയിൽ ബോക്സ് കിട്ടും നിങ്ങൾക്ക്. ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഫിദിയ ബോക്സും കൂടി വരൽ തുടങ്ങി. ഇനി എന്തൊക്കെ ബോക്സാ വരാന്നറിയില്ല. ഫിദിയ ബോക്സ് അടക്കം വരൽ തുടങ്ങി. ഈ കഴിഞ്ഞ കൊല്ലോ അല്ല കഴിഞ്ഞ മുമ്പത്തെ കൊല്ലോ നമ്മളെ ആളുകൾക്ക് ഇവിടെ ഉള്ളവർക്ക്, കേരളത്തിലുള്ളവർക്ക് പരിചയമില്ല. അപ്പൊ അവർക്ക് തന്നെ പരിചയമില്ലാത്തൊരു വിധിയെഴുത്താണ്. സാമ്പത്തികമായി ബന്ധപ്പെട്ട എന്തിടപാടുണ്ടോ നിങ്ങളതൊക്കെ ഇവിടെയുള്ള സംഘടനക്കാരും പള്ളി കമ്മിറ്റിക്കാരും ഏറ്റെടുത്തോളും. നിങ്ങൾ വ്യക്തിപരമായി എന്തെങ്കിലും ശരീരം കൊണ്ട് ചെയ്യുന്നതാണെങ്കിൽ അത് ഏറ്റെടുക്കാൻ അവരെ കൊണ്ട് തന്നെ അവരത് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ ഏറ്റെടുക്കാനും വരില്ല. അല്ലാത്തൊക്കെ ഏറ്റെടുക്കാൻ ആളുണ്ട്, പൈസ ഇട്ടിയാൽ മതി. നമ്മൾ പൈസ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇബാദത്ത് നിർവഹിക്കപ്പെട്ടു എന്നാണ് നമ്മളെ വിചാരം. അങ്ങനെയായി മാറി നുസുക്കിന്റെ കാര്യം. സ്വതക്കന്റെ കാര്യം, സ്വതക്ക എന്ന് പറഞ്ഞാൽ എന്താന്ന് തന്നെ അറിയില്ല നമ്മളെ ആളുകൾക്ക്. സ്വതക്ക എന്ന് പറഞ്ഞാൽ എന്താന്ന് തന്നെ അറിയില്ല. എന്താ സ്വതക്ക എന്ന് പറഞ്ഞാൽ? സ്വതക്ക എന്ന് പറഞ്ഞാൽ ഒരു 10 റുപ്യന്റെ നോട്ടെങ്കിലും വേണം. അതെടുത്ത് കൊടുക്കണതിനാണ് സ്വതക്ക എന്ന് പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പൈസ ഇല്ലാത്ത കുറേ സ്വതക്ക നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സഹാബത്ത് വന്ന റസൂലുള്ളാഹിനോട് വേവലാതിപ്പെട്ടു. പൈസ ഉള്ള ആൾക്കാരൊക്കെ, സഹാബത്തിന്റെ കൂട്ടത്തിൽ പണക്കാരായ ആൾക്കാരൊക്കെ പ്രതിഫലങ്ങളും കൊണ്ട് പോയി. നമ്മൾ പാവപ്പെട്ടവർക്കൊന്നും കിട്ടാനില്ല റസൂൽ എന്ന് ചോദിച്ചു. നിങ്ങൾക്കുണ്ടല്ലോ കിട്ടാൻ. നിങ്ങൾക്ക് ഫീ കുല്ലി തസ്ബീഹത്തിൻ സ്വതക്ക, എല്ലാ തസ്ബീഹത്തിലും നിങ്ങൾക്ക് സ്വതക്ക കിട്ടാനുണ്ട്. സ്വതക്കന്റെ പ്രതിഫലം കിട്ടാനുണ്ട്. തക്ബീറത്തിൽ അല്ലാഹു അക്ബർ എന്ന് പറയുന്നതിൽ സ്വതക്ക കിട്ടാനുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നതിൽ സ്വതക്ക കിട്ടാനുണ്ട്. അതുപോലെ അവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയിട്ട് വഫീ ബുദ്ഇ അഹദികും സ്വതക്ക, നിങ്ങളുടെ ലൈംഗികാവയവങ്ങളിൽ പോലും നിങ്ങൾക്ക് സ്വതക്ക കിട്ടാനുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ അവന്റെ ശഹ്വത്ത് തീർക്കുന്നത്, അവന്റെ ലൈംഗിക താല്പര്യത്തിന്റെ അവന്റെ മൂർച്ച തീർക്കുന്നത്, അവന്റെ വികാരം തീർക്കുന്നത്, അതിന് പ്രതിഫലമോ റസൂലെ എന്നവർ തിരിച്ചു ചോദിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹറാമായതിൽ കൊണ്ടുപോയി അതിന് വെച്ചാൽ ശിക്ഷയുള്ളതുപോലെ തന്നെ ഹലാലായതിന് നീ അത് വെക്കുന്നതിന് നിനക്ക് പ്രതിഫലവുമുണ്ട്. സ്വതക്കയാണത്. ഭാര്യമാർക്ക് ഭക്ഷണം കൊടുക്കുന്ന സ്വതക്ക, ആ സ്വതക്ക നമുക്കറിയില്ല. സ്വതക്കന്റെ മൻഹജ് ഇവിടുത്തെ സംഘടനക്കാരൊക്കെ തല കുത്തനാക്കി. സ്വതക്കൊരു മൻഹജുണ്ട്, റസൂലുള്ള പഠിപ്പിച്ച രീതിയുണ്ട്. അതിന്റെ തല കുത്തനുള്ള രീതിയെ നമുക്കറിയുള്ളൂ. പൈസ കൊണ്ടുള്ള സ്വതക്ക അതന്നെ, മറ്റേത് ഇടപെടാൻ വരില്ല എന്ന് ഉറപ്പല്ലേ. തസ്ബീഹ് എന്നുള്ള സ്വതക്ക നിങ്ങൾക്ക് അറിയാതെ തന്നെ പോയത് മറ്റൊരു ഇടപെടാൻ വരാത്തോണ്ടാണ്. ഒരിടപെടാത്തോണ്ട് നിങ്ങൾക്ക് തസ്ബീഹ് ഒരു സ്വതക്കയാണെന്ന് അറിയില്ല, തക്ബീർ സ്വതക്കയാണെന്ന് അറിയില്ല ആളുകൾക്ക്. സ്വതക്കായിട്ട് എന്തേ അറിയുള്ളൂ? സ്വതക്കാന്ന് പറയുമ്പോൾ ഓർമ്മ വരിക ഒരു ബക്കറ്റോ റെസിപ്റ്റും കുറ്റിയാണ്. അല്ലാത്തൊരു സ്വതക്ക നമുക്കറിയില്ല. സ്ത്രീകൾ അറിയാത്തൊരു സ്വതക്ക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പെരുന്നാളിന്റെ ഖുതുബയിൽ സ്ത്രീകളോട് സ്വതക്ക ചെയ്യാൻ ആഹ്വാനം ചെയ്തു. തസദ്ദഖ്ന, നിങ്ങൾ സ്വതക്ക ചെയ്യണം. കാരണം നിങ്ങളെയാണ് ഏറ്റവും കൂടുതൽ, ഞാൻ മഴ കൊണ്ട് മതിയാക്കിയാണ് പെട്ടെന്ന് തീർക്കുന്നതിന്, നിങ്ങളെയാണ് ഏറ്റവും കൂടുതൽ നരകത്തിൽ ഞാൻ കണ്ടത്. അപ്പോൾ അവർ ചോദിച്ചു, അയക്ഫുർ, അവർ കുഫർ ഉള്ളത് കൊണ്ടാണോ റസൂൽ നരകത്തിൽ കൂടുതൽ പോകുന്നത്? അയക്ഫുർന ബില്ലാ, അള്ളാഹുവിൽ അവർ കുഫർ വെക്കുന്നത് കൊണ്ടാണോ? അല്ല. യക്ഫുർനൽ അഷീർ, അവരുടെ കുടുംബനാഥന്മാർ ഭർത്താക്കന്മാർ ചെയ്തു കൊടുക്കുന്ന ഉപകാരങ്ങൾ അവർ നിഷേധിക്കും. ഒറ്റ സെക്കൻഡിൽ എല്ലാം നിഷേധിക്കും. വയക്ഫുർനൽ ലഅൻ, ആക്ഷേപങ്ങൾ, ശാപവാക്കുകൾ അവർ വർദ്ധിപ്പിക്കും. അതിൽ നിന്ന് രക്ഷപ്പെടാൻ, ഈ ചെയ്യുന്ന തെറ്റുകൾ മായ്ക്കപ്പെടാൻ അവരോട് പകരമായി റസൂലുള്ള കൽപ്പിച്ചത് സ്വതക്ക ചെയ്യാനാണ്. ഈ കൽപ്പന കേട്ടിട്ട് വീട്ടിലേക്ക് ചെന്ന ജാബിർ ഇബ്നു അബ്ദുല്ല റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യ സ്വതക്കക്ക് വേണ്ടി കുറച്ച് ആഭരണങ്ങളും പൈസ എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പോയി. അപ്പോൾ ജാബിർ അള്ളാഹു ചോദിച്ചു, എവിടേക്ക് ചോദിച്ചു? സ്വതക്ക കൊടുക്കാനാണ് റസൂലുള്ള, പിന്നെ സ്വതക്കക്ക് വസിയത്ത് ചെയ്തു, അതുകൊണ്ട് സ്വതക്ക കൊടുക്കാൻ പോകാനായിരുന്നു.
എന്നാൽ മദീനത്ത് നിന്റെ സ്വതക്കക്ക് ഏറ്റവും അർഹനായ ആൾ ഞാൻ തന്നെയാണ് എന്ന് പറയും. അതൊരു വലിയ പ്രശ്നമാണ്. നമ്മൾ ആലോചിച്ച് നോക്കി, സ്വതക്ക കൊടുക്കാന്ന് പറയുമ്പോൾ ഭർത്താവിനോ ഈ പ്രശ്നം അവർക്ക് തോന്നി. റസൂൽ തന്റെ അടുക്കൽ കാര്യെത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, അതെ ജാബിർ പറഞ്ഞത് ശരിയാണ്, നീ ഏറ്റവും കൂടുതൽ സ്വതക്ക കൊടുക്കാൻ അർഹൻ നിന്റെ ഭർത്താവ് തന്നെയാണ് എന്ന് പഠിപ്പിച്ചു കൊടുത്തു. ഭർത്താവിനില്ലെങ്കിൽ ഭർത്താവിന് തന്നെ ഭാര്യ കൊടുക്കണ്ടേ. ഇതുപോലെ തന്നെ ഒരു സഹാബി വര്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വന്നു ഒരു ദീനാറുമായിട്ട്. യാ റസൂലല്ലാഹ് ഇൻദി ദീനാർ, എൻ്റെ അടുക്കൽ ഒരു സ്വർണ്ണ നാണയമുണ്ട് റസൂലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് സ്വതക്ക പഠിപ്പിച്ചു കൊടുക്കുകയാണ്. വാ, ഇവിടെ ഒരു ബോക്സ് ഉണ്ട്, ഏതാ വേണ്ടത്? പിന്നെ നേർച്ചക്കുള്ളതുണ്ട്, അല്ലെങ്കിൽ പിന്നെ പോസ്റ്ററിനുള്ളതുണ്ട്, അല്ലെങ്കിൽ ദഅ്വാ സ്ക്വാഡിനുള്ളതുണ്ട്, അങ്ങനെ പല ബോക്സുകളുണ്ട്, കൊണ്ടുവന്ന് ഇട്ടോളൂ എന്നല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പഠിപ്പിച്ചു കൊടുത്ത മര്യാദ, മൻഹജ്, തസദ്ദഖ് അലാ നഫ്സിക്, നീ നിന്റെ നഫ്സിന് സ്വതക്ക ചെയ്യും. സ്വന്തം നഫ്സിനാണ് ആദ്യത്തെ സ്വതക്ക. അദ്ദേഹം പറഞ്ഞു ഇൻദിയാഖർ, സ്വന്തം നഫ്സിന്റെ കഴിച്ചിട്ടുള്ള മറ്റൊന്നിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. തസദ്ദഖ് അലാ അഹ്ലിക്, നിന്റെ ഭാര്യക്ക് നീ സ്വതക്ക ചെയ്യിൻ. ഭാര്യക്ക് ആരെങ്കിലും സ്വതക്ക ഇത് ആരെങ്കിലും നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. ഭാര്യക്ക് ചെലവിന് കൊടുക്കുന്നത് ആ നിയ്യത്തിലാണെങ്കിൽ അത് സ്വതക്കയാണ്. എവിടെ ഏതായാലും കുടുങ്ങിയില്ലേ, കൊടുക്കണ്ടേ, അല്ലെങ്കിൽ കോളറിന് പിടിക്കാൻ വരൂല എന്ന് ഓർത്തിട്ടാ. അല്ലാതെ ആ നിയ്യത്തിൽ കൊടുക്കുന്ന, അള്ളാന്റെ അടുക്കൽ നിന്ന് അജ്ർ കിട്ടണമെന്ന് വിചാരിച്ചു കൊടുക്കുന്ന ആൾക്കാർ എത്ര ഉണ്ടാവും? അദ്ദേഹം പറഞ്ഞു ഇൻദിയാഖർ, എന്റെ ഭാര്യൻ്റെതും കഴിച്ചിട്ട് മക്കളുടേതും കഴിച്ചിട്ട് വേറൊന്നിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തസദ്ദഖ് അലാ ഖാദിമിക്, നിന്റെ വീട്ടിൽ തന്നെ അർഹനായവനുണ്ട്, നിന്റെ ഖാദിമ്, അവന് കൊടുക്കി. അദ്ദേഹം പറഞ്ഞു ഇൻദിയാഖർ, എന്റെ വൃത്യന്റെ കാര്യവും ഞാൻ നോക്കി, അതിനും ശേഷമുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തസദ്ദഖ് അലാ ജാരിക്, നിന്റെ അയൽവാസിക്ക് കൊടുക്കി. ക്രമം നോക്ക് നിങ്ങൾ, എവിടുന്നാ തുടങ്ങിയെന്ന്. എത്രയാണോ അതിന്റെ അടുപ്പം അതിനനുസരിച്ചാണ് അതിന്റെ അർഹത. എത്രയാണോ അതിന്റെ അടുപ്പം അതിനനുസരിച്ചാണ് അതിന്റെ അർഹത. നമ്മൾ ബോസ്നിയക്കും ചെച്നിയക്കും മാലിഗാവുക്കും അവർക്കും ഉടുക്കൊക്കെ കൊടുത്തേക്കും. ഈ പറഞ്ഞ മനഹജൊന്നും നമ്മൾ അടുത്തുണ്ടാവില്ല. തൊട്ടടുത്തുള്ള അയൽവാസിയോ അല്ലെങ്കിൽ വീട്ടിലുള്ള ഭൃത്യനോ ഓരൊക്കെ കഷ്ടപ്പാടിലായിരിക്കും. വീണ്ടും റസൂലുള്ളാഹിയോട് പറഞ്ഞു ഇൻദിയാഖർ, അയൽവാസിക്ക് പോലും കൊടുത്തിട്ട് പിന്നെയും എന്റെ അടുക്കൽ ബാക്കിയുള്ളതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അൻത അദ്റാ ബിഹാ, അൻത അദ്റാ ബിഹി, നീയാണ് ഇനി ആർക്കാണ് അത് കൊടുക്കാൻ അർഹനെന്ന് എന്നെക്കാൾ നന്നായിട്ട് അറിയാം. കാരണം നീയുമായി ബന്ധപ്പെട്ട് ഇനി ഇത്രയും അടുപ്പമുള്ള, ഇത് കഴിഞ്ഞാൽ അടുപ്പമുള്ളത് ആരെയെന്ന് എന്നെക്കാൾ നന്നായി നിനക്കാണ് അറിയുക. ഇതേ കാര്യം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്ത് സക്കാത്തിന്റെ മുതലിൽ നിന്ന്, ബാത്തിനായ സക്കാത്തിന്റെ, വീട്ടിലിരിക്കുന്ന സ്വർണത്തിന്റെ സക്കാത്ത് സമ്പത്തിന്റെ സക്കാത്ത് കൊണ്ടുവന്ന് കൊടുത്തപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തന്നെ പറഞ്ഞത് അൻത അദ്റാ ബിമൻ യുസദ്ദഖു ബിഹി, ആർക്കാണത് കൊടുക്കേണ്ടതെന്ന് നീയാണ് നന്നായിട്ട് അറിയുക, നീ നന്നായിട്ട് അറിയുന്ന ആളുകൾക്ക് കൊടുക്കി എന്നാൽ. ബാത്തിനായ ധനത്തിന്റെ സക്കാത്ത് കൊടുക്കാൻ അതുപോലും അവർ പിടിച്ചു വാങ്ങായിരുന്നില്ല. ഇവിടെ അതല്ല, സക്കാത്ത് അതെങ്ങാനും ഒരാൾ വ്യക്തിപരമായി കൊടുത്താൽ സക്കാത്ത് തന്നെ വീടൂല എന്ന് പറഞ്ഞ് പേടിപ്പിച്ചിരിക്കുകയാണ്. പിന്നെ ഫിദിയം കുടിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ അങ്ങനെ പറയും, ഔ ഫിദിയങ്ങൾ കൊടുക്ക്, പള്ളി കൊടുത്തില്ലെങ്കിൽ അത് വീടുവോ എന്ന് ചോദിക്കും കുറച്ച് കഴിഞ്ഞാൽ. സ്വതക്ക എന്ത് എന്ന് ജനങ്ങൾക്ക് അറിയില്ല. ഏത് നവോത്ഥാനത്തിന്റെ നൂറ്റാണ്ടുകൾ ആഘോഷിക്കുന്ന സന്ദർഭത്തിലാണ് നമ്മൾ കേരളക്കരയിലുള്ള ആളുകളെ കുറിച്ച് ഞാൻ ഈ പറഞ്ഞത്. എന്താ നിസ്കാരം, എന്താ നോമ്പ്, എന്താ സ്വതക്ക, എന്താ സക്കാത്ത്, എങ്ങനെ ഹജ്ജ് ചെയ്യേണ്ടത്. ഹജ്ജ് എന്ന് പറഞ്ഞൊരു കൂട്ടത്തിൽ കൂടെ ഒരു പോക്കാണ്. കൂട്ടത്തിൽ കൂടെ ഉള്ളൊരു പോക്കും തിരിച്ചു വരും. കുറെ കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് പിന്നെ എപ്പോഴെങ്കിലും വേറൊരാള് ഹജ്ജിൽ അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറയുമ്പോൾ മുസ്ദലിഫയിൽ നിങ്ങൾ പാർത്തോ, ഇല്ല ഇതിലെങ്ങനെ പോയി. കുറെ കഴിഞ്ഞിട്ട് ലക്ഷങ്ങളൊക്കെ മുടക്കിയിട്ട് എല്ലാം കഴിഞ്ഞ് വന്നിട്ട് പറയും, ഓ കുറേ സംഗതി തെറ്റിയിട്ടോ, കൂട്ടത്തിൽ കൂടി പോയപ്പോ തെറ്റിയിട്ടോ എന്നറിയും. അതൊന്നും ആദ്യം പഠിച്ചിട്ട് പോകാന്നുള്ളതില്ല. ലക്ഷങ്ങൾ ഉണ്ടെങ്കിൽ വേഗം നിർവഹിക്കണം എന്നുള്ള നിയ്യത്ത് മാത്രമേ ഉള്ളൂ. എന്തിനേറെ ഹജ്ജിന് വേണ്ടി പോകുന്ന അധികം ആളുകളും അധികം സ്ത്രീകളും പോവുക മഹറമില്ലാതെ, ഒരു തെറ്റ് ചെയ്തിട്ടാ പോവുക. വലിയൊരു പാപം കൊണ്ടാണ് ഹജ്ജിന് പോണത്. എത്രത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിഹാദിന് വേണ്ടി പേര് കൊടുത്തിരിക്കുന്ന സ്വഹാബിയെ തിരിച്ചു പറഞ്ഞയച്ചു. ഭാര്യ ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടിട്ടുണ്ട് എന്നറിഞ്ഞപ്പോ പോയി അവളുടെ കൂടെ ഹജ്ജ് ചെയ്യാൻ. മഹറമില്ലാതെ ഒരു പെണ്ണ് ഹജ്ജിന് പോകാൻ പാടില്ല, ഒരു യാത്രക്ക് പോകാൻ പാടില്ല. ഒരു തെറ്റും ചെയ്തിട്ടാണ് പേരേന്ന് പുറത്തുക്കാൻ ഇറങ്ങണത് പുണ്യകരമായ ഹജ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനോ ഇവിടെയുള്ള എല്ലാ ഹജ്ജ് കമ്മിറ്റിക്കാർക്കും കമ്മീഷൻ കിട്ടിയാൽ മതി,
അവരൊക്കെ അതിന് ഫത്വ കൊടുക്കാൻ ആൾക്കാരുണ്ടാവും. വലാ യദ്റൂൻ മൻ നുസുക്ക് എന്ത് എന്നവർക്കറിയില്ല. ഇനി അതെങ്ങനെ നിർവഹിക്കേണ്ടതെന്നുള്ളതോ അതും അറിയില്ല. പഠിച്ചിട്ടല്ല പോകുന്നത്. കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് അറിഞ്ഞുകൂടാ, പോകുന്ന ഈ ജാഹിലീങ്ങൾക്കും അറിയില്ല. ഇതാണ് അവസ്ഥ. ഇങ്ങനെ ഇൽമു ഉയർത്തപ്പെടുന്ന വല യുസ്റ അലാ കിതാബില്ലാഹി അസ്സ വജൽ ഫീ ലൈല. തുടർന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരൊറ്റ രാത്രി കൊണ്ട് അള്ളാന്റെ കിതാബിലുള്ള ആയത്തുകൾ എടുത്തു മാറ്റപ്പെടും, ഉയർത്തപ്പെടും. നമ്മൾ ഇന്ന് ഓതിക്കൊണ്ടിരിക്കുന്ന ഖുർആനിന്റെ ലിപി തന്നെ അള്ളാഹു ഉയർത്തിക്കളയും ഒരൊറ്റ രാത്രി കൊണ്ട്, ഒറ്റ രാവ് കൊണ്ട്. അതാണ് അവസാനം അതിൽ നിന്ന് ഉയരാം. ഖുർആനിന്റെ ലിപി മാത്രം ഉണ്ടാകും ഓതിക്കൊണ്ടിരിക്കുന്നത്, പിന്നെ അതും നഷ്ടപ്പെടും. ഫലാ യബ്ഖാ ഫിൽ അർദി മിൻഹു ആയ. ഭൂമിയിൽ പിന്നെ ഖുർആനിൽ നിന്നൊരായത്ത് പോലും ഉണ്ടാവില്ല. വതബ്ഖാ തവായിഫു മിനന്നാസ്. പിന്നെ ഉള്ളോരിൽ മെച്ചപ്പെട്ട ആളുകൾ, ഇനി വരാൻ പോകുന്ന മെച്ചപ്പെട്ട ആളുകൾ ആരായിരിക്കും എന്നറിയോ? അശ്ശൈഖുൽ കബീർ വൽ അജൂസ്. പടുവൃദ്ധനായ വൃദ്ധയായ ആളുകൾ. യഖൂലൂൻ, അവർ പോലും പറയുക, അദ്റക്ന ആബാഅന അലാ ഹാദിഹിൽ കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫനഹ്നു നഖൂലുഹാ. ഞങ്ങളെ വാപ്പാരും വല്ലിപ്പാരും ഈ വാക്ക് പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങളും ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ ഞങ്ങൾക്കറിയാം. വേറൊന്നും അറിയില്ല. ഇസ്ലാമിൽ നിന്ന് മറ്റൊന്നും അറിയില്ല. വാപ്പാരുപ്പാപ്പാരൊക്കെ ഒന്നില്ലെങ്കിലും ഒന്ന് താരാട്ട് പാടുമ്പോഴെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയെ കേട്ടിട്ടുണ്ട്. അത് നമ്മളതാ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. എന്താ അതിന്റെ മഅനാന്നും കൂടി അറിയാത്ത ആളുകൾ. ഫനഹ്നു നഖൂലുഹാ ഫഖാല ലഹു സ്വില. ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു തആല അൻ ഈ ഹദീസ് പറഞ്ഞു കൊടുത്തപ്പോ സ്വില റഹിമഹുല്ലാഹ് ചോദിച്ചു, മാ തുഗ്നി അൻഹും ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹും ലാ യദ്റൂന മാ സ്വലാത്തുൻ വലാ സിയാമുൻ വലാ നുസുക്കുൻ വലാ സദഖ. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് അവർക്ക് എന്ത് ഉപകാരം ചെയ്യാനാണ്? അവർക്ക് നിസ്കാരം എന്തെന്നറിയില്ല, നോമ്പ് എന്തെന്നറിയില്ല, നുസുക്ക് എന്തെന്നറിയില്ല, സ്വദഖ എന്തെന്നറിയില്ല. പിന്നെ ആ നിസ്കാരം അവർക്ക് എന്തുപകരിക്കാനാണ്? ഫഅറദ അൻഹു ഹുദൈഫ. ഹുദൈഫ റളിയല്ലാഹു അൻഹു ഉത്തരം പറയാതെ ഒന്ന് അദ്ദേഹത്തിൽ നിന്ന് മാറി. സുമ്മ റദ്ദഹ അലൈഹി സലാസ. 3 തവണ ആ ചോദ്യം സ്വില റഹ്മഹുല്ലാഹ് ആവർത്തിച്ചു കൊണ്ടിരുന്നു. കുല്ലദാലിക യുറിദു അൻഹു ഹുദൈഫ. ഓരോ തവണയും ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ ചോദ്യത്തെ അവഗണിച്ചു കൊണ്ടിരുന്നു. സുമ്മ അഖ്ബല അലൈഹി ഫി സാലിസ. 3ാമത്തെ തവണ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, ഫഖാല യാ സ്വില തുൻജീഹിം മിനൻ നാർ സലാസ. 3 തവണ പറഞ്ഞു, തുൻജീഹിം മിനൻ നാർ, തുൻജീഹിം മിനൻ നാർ, തുൻജീഹിം മിനൻ നാർ. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് നരകത്തിൽ നിന്ന് അവരെ രക്ഷിക്കും. ആകെ അവർക്ക് ഇസ്ലാമിൽ നിന്നുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നവരുടെ കലിമ മാത്രം. എല്ലാം കഴിഞ്ഞിട്ട് ഒരിക്കൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാവുന്ന ഒരു സന്ദർഭത്തിൽ എന്തെങ്കിലും ഒരു അർഹത അവർക്ക് ബാക്കി നിൽക്കുന്നുവെങ്കിൽ നരകത്തിൽ നിന്ന് അങ്ങനെ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് അവർ രക്ഷപ്പെട്ടു പോരും. വേറെ അമലൊന്നും അവർക്കില്ല. അതുകൊണ്ട് ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രമേ ഉള്ളൂ. ശിക്ഷയെല്ലാം കഴിഞ്ഞാലെങ്കിലും ഒരു ദിവസം അവർക്ക് അതിൽ നിന്ന് കയറി വരാൻ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എങ്കിലും ഉപകരിക്കും. അതുപോലും ഇല്ലാത്ത സമൂഹത്തിലേക്കാണ് പിന്നീട് പോവുക. ഇതുപോലും ഇല്ലാത്തതിലേക്കാണ് അവസാനത്തെ ആളുകൾ എന്ന് പറയുന്നവരുണ്ടാകുക. അത് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹുവിന്റെ റിവായത്തിൽ കാണാം, ലാ തഖൂമു സ്സാഅ ഹത്താ ലാ യുഖാല ഫിൽ അർദി അല്ലാഹ് അല്ലാഹ്. അല്ലാഹ് എന്ന് പറയാൻ ഭൂമിയിൽ ഒരാൾ പോലും ഇല്ലാത്ത സന്ദർഭത്തിലല്ലാതെ ഖിയാമത്ത് നാൾ സംഭവിക്കില്ല. ഇനി നമ്മളൊന്ന് കണക്കൂട്ടിക്കോ, നമ്മൾ എവിടെ നിൽക്കുന്നത് എന്നുള്ളത്. നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ പലർക്കും എന്തൊക്കെ ഗൗരവമുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. മുസ്ലിമീങ്ങളുടെ മൊത്തം അവസ്ഥ നമ്മൾ കേട്ടു. ഒക്കെ ഗൗരവമുള്ള കാര്യങ്ങളാണ്. അഖീദ, മൻഹജ്, ഇബാദാത്ത്, എല്ലാ അവസ്ഥയിലും മുസ്ലിമീങ്ങൾ നിൽക്കുന്നത് വളരെ പ്രയാസകരമായ അവസ്ഥയിലാണ്. ഇത് കേൾക്കാൻ മൻഹജുസ് സലഫ്, അത് കേൾക്കാൻ കേട്ടിട്ടില്ലാത്ത ആളുകൾ ഇസ്ലാമിനോടും മുസ്ലിമീങ്ങളോടും ഒരൽപ്പം സ്നേഹവും അള്ളാനെ കണ്ടുമുട്ടണമെന്നുള്ള ആഗ്രഹമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ ഹൃദയത്തിൽ പതിക്കേണ്ട സ്ഥാനത്ത് പതിക്കാതിരിക്കില്ല. അതാണ് വസിയ്യത്ത്. അത് പതിച്ചു കഴിഞ്ഞിരിക്കും ഇതിനകം. പക്ഷെ എവിടെ 2 തരത്തിലാണ് പിന്നെ അതുമായി നമ്മൾ പിരിഞ്ഞു പോകുന്നത്. ഒന്നുകിൽ അത് നമുക്ക് അനുകൂലമായ ഹുജ്ജത്താക്കി, അല്ലെങ്കിൽ നമുക്ക് പ്രതികൂലമായ നമുക്കെതിരിലുള്ള ഹുജ്ജത്താക്കി കേട്ടു. അതിനെല്ലാം ഒരൊറ്റ കാര്യം പോലും വിടാതെ എല്ലാം പ്രമാണബദ്ധമായി അടച്ചുറപ്പിച്ച വാക്കുകളിൽ നിങ്ങൾ കേട്ട് കഴിഞ്ഞു.
അതല്ലാതെ ഇനി രക്ഷല്ല. എങ്ങനെങ്കിലും ജീവിച്ചിട്ട് രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല. രക്ഷപ്പെടണമെങ്കിൽ കുറച്ച് പണി തന്നെ എടുക്കണം. നല്ല വിലമതിച്ചത് കിട്ടണമെങ്കിൽ കുറച്ച് അധ്വാനിക്കുക തന്നെ വേണം. അള്ളാഹു നമ്മെ വിളിക്കുന്നത് ഒരു കച്ചവടത്തിനാണ്. അള്ള വച്ചിരിക്കുന്ന കച്ചവടച്ചരക്ക് അള്ള വച്ചിരിക്കുന്ന കച്ചവടത്തിന് വേണ്ടി പ്രദർശിപ്പിച്ചിരിക്കുന്ന അള്ളാഹുവിന്റെ ആ പ്രദർശന വസ്തു ഗാലിയ, വളരെ വിലപ്പെട്ടതാണ്. അലാ ഇന്ന സിൽഅത്തല്ലാഹിൽ ജന്ന, അള്ളാഹു നമ്മുടെ മുന്നിൽ വച്ചിരിക്കുന്ന സിൽഅത്ത് സ്വർഗമാണ്. അതിനെക്കുറിച്ച് ബോധമുള്ള ആളുകളാണെങ്കിൽ ആ സിൽഅത്തിന്റെ വില ഒരാൾ അറിഞ്ഞാൽ, ആ ഹദീസിന്റെ തുടക്കം മൻ ഖാഫ അദ്ലജ് വമൻ അദ്ലജ് ബലഗൽ മൻസിൽ, ഒരാൾ ശത്രുവിന്റെ വരവിനെക്കുറിച്ച് താക്കീത് നൽകപ്പെട്ടാൽ നേരം വെളുക്കുന്നതിന്റെ തൊട്ടു മുൻപ് ശത്രുവിന്റെ ആക്രമണം ഉണ്ടാകും. വെളുപ്പിനാണ് ശത്രുവിന്റെ ആക്രമണം ഉണ്ടാകുക എന്ന ഒരു ഇൻഫർമേഷൻ ഒരാൾക്ക് കിട്ടിയാൽ ഭയപ്പെടും. ഭയപ്പെട്ട് കഴിഞ്ഞാൽ അവൻ രാത്രിയുടെ ആദ്യത്തിൽ തന്നെ അദ്ലജ്, രാത്രിയുടെ ആദ്യ ഭാഗത്ത് തന്നെ അവിടെ നിന്ന് വിടും, പുറപ്പെടും ശത്രുവിൽ നിന്ന് രക്ഷപ്പെടാൻ. വമൻ അദ്ലജ ബലഗൽ മൻസിൽ, ആരാണോ ഈ വിവരമറിഞ്ഞിട്ട് പേടിച്ച് ആദ്യത്തിലെ രാത്രിയുടെ തുടക്കത്തിലെ സഞ്ചരിച്ചത്, അവൻ ബലഗൽ മൻസിൽ, ലക്ഷ്യസ്ഥാനം പ്രാപിക്കുക തന്നെ ചെയ്യും. എന്നിട്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത് അലാ ഇന്ന സിൽഅത്തല്ലാഹി ഗാലിയ അലാ ഇന്ന സിൽഅത്തല്ലാഹിൽ ജന്ന. ആ സിൽഅത്തിന്റെ വലുപ്പം, അതിന്റെ വില മനസ്സിലാക്കിയിട്ട് ഒരാൾ പണിയെടുക്കാൻ തുടങ്ങിയാൽ, ഇപ്പൊ തന്നെ തുടങ്ങിയാൽ ബലഗൽ മൻസിൽ, എത്തേണ്ടടുത്തെത്തും. അല്ല, ഇതൊക്കെ കേട്ടുപോകാൻ കഴിയുന്ന നല്ല ഒരു ആശയമാണ്, കേട്ടാലൊക്കെ രസമുള്ളതാണ്, മുസ്ലിമീങ്ങളുടെ അവസ്ഥയിൽ ആലോചിക്കുമ്പോൾ പ്രയാസകരമാണ്, ഒക്കെ ബേജാറാണ്, ഒക്കെ ഉണ്ടായി. പക്ഷേ എന്നിട്ട് അതിനെ സത്യസന്ധമായി നമ്മൾ സമീപിച്ചിട്ടില്ലെങ്കിൽ, കൂനു മഅസ്സാദിഖീൻ, കൂനു മഅസ്സാദിഖീൻ, സത്യം ഇന്നതാണ് എന്നറിയുന്നതിലല്ല കാര്യം. സത്യം ഇന്നതാണെന്നറിഞ്ഞാൽ അതിന്റെ കൂടെ നിൽക്കാൻ കഴിയുക. കേട്ട അന്ന് മുതൽ, കേട്ട ആ നിമിഷം മുതൽ സത്യത്തിന്റെ കൂടെ നിൽക്കാൻ കഴിയുക. വെറുതെ കഴിയില്ല. ഫിത്നകൾ ധാരാളമുണ്ടാകും, എതിരുകൾ ധാരാളമുണ്ടാകും. സ്വന്തം നഫ്സിൽ നിന്ന്, ശൈത്താനിൽ നിന്ന്, ചുറ്റുപാടിൽ നിന്ന്, എല്ലാ നിലക്കുമുണ്ടാകും. ആ ഫിത്നകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരൊറ്റ വഴിയേ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അത്തഫഖുഹു ഫിദ്ദീൻ, ദീനിൽ ഫിഖ്ഹ് നേടുക തന്നെ വേണം. ഇൽമ് അതിന്റെ ശരിയായ വിധത്തിൽ പഠിക്കുക തന്നെ വേണം. ഇത് വയനാടിലുള്ള നമ്മുടെ സുഹൃത്തുക്കൾക്ക് പ്രത്യേകമായി, എല്ലാ ഓരോ മുസ്ലിം സഹോദരങ്ങൾക്ക് പൊതുവായും ഈ വസിയ്യത്ത് നമ്മൾ ഇട്ട് തന്നുകൊണ്ട് പോകെ, ഏറ്റെടുത്താൽ, അത് സ്വീകരിച്ചാൽ, അതിനുള്ള മാർഗത്തിൽ ശരിയായ രൂപത്തിൽ അതിലേക്ക് കയറിയാൽ, സത്യസന്ധമായി എടുക്കേണ്ട പണിയെടുത്ത് അതിനുള്ള തദർറുജായി, വളരെ സാവകാശത്തിൽ, വളരെ അവധാനതയിൽ ചെയ്യേണ്ടത് കൃത്യമായി അതിൻ്റെ ക്രമത്തിൽ ചെയ്തുകൊണ്ട്, കുറച്ചാണെങ്കിലും വളരെ ക്രമത്തിൽ, അച്ചടക്കത്തിൽ അങ്ങനെ ചെയ്തുകൊണ്ട് ഒരാൾ ശീലിച്ചാൽ, തെറ്റുകളുള്ളത് തിരുത്തി ശരിയായത് പഠിച്ച് അത് ജീവിതത്തിൽ അമല് ചെയ്ത് അങ്ങനെ ഒരാൾ പോയാൽ രക്ഷപ്പെട്ടു. അത് നമുക്കതിന് ഒരു അജിർ പ്രതീക്ഷിക്കാം, അവർക്കതിൽ അജിറുകൾ പ്രതീക്ഷിക്കാം. അല്ല, ഇത് ഒരു ഹുജ്ജത്തായി, എതിരിലുള്ള ഹുജ്ജത്തായി മാത്രം ആയി പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിതാ ബല്ലഗ്നാക്കും, ഇതെത്തിച്ചു തന്നിരിക്കുന്നു, ഇനിയോ എതിരിലുള്ള ഹുജ്ജത്തായി മാത്രം അത് അവശേഷിക്കും. അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന സമയത്ത് ഒരു ഉദറുമുണ്ടാകില്ല. അതിനു മുൻപേ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു അവസരം അള്ളാഹു ബാക്കി തന്നിട്ടുണ്ടെങ്കിൽ അത് ദീനുൽ ഇസ്ലാമിലേക്ക്, അതിൻ്റെ ആദ്യത്തെ അവസ്ഥയിലേക്ക്, ആഫിയത്ത് നൽകപ്പെട്ട ആദ്യത്തെ അവസ്ഥ. ഫഇന്ന ഹാദിഹിൽ ഉമ്മ ജുഇല ആഫിയതുഹാ ഫി അവ്വലിഹാ, ഈ ഉമ്മത്തിന്റെ ജുഇലത്ത് ആഫിയതുഹാ ഫി അവ്വലിഹാ, ഈ ഉമ്മത്തിന്റെ ആഫിയത്ത്, രോഗം ബാധിക്കാത്ത സുരക്ഷിതമായ ആരോഗ്യമുള്ള അവസ്ഥ, സുഷുപ്തിയുടെ അവസ്ഥ, സുഖത്തിന്റെ അവസ്ഥ, ദീനിൽ സുഖകരമായി കഴിഞ്ഞതിന്റെ അവസ്ഥ, അത് ആദ്യ തലമുറയിലാണ്. അതുകൊണ്ട് ഇർജിഉ ഇലൽ അംരിൽ അവ്വൽ, മുസ്ലിമീങ്ങൾക്ക് ബാധിച്ചിരിക്കുന്ന എല്ലാ നിന്ദ്യതയും എല്ലാ നിസ്സാരതയും അതിൽ നിന്ന് മോചനം ലഭിക്കാൻ റസൂലുള്ളാഹി പഠിപ്പിച്ചത് ഹത്ത തർജിഉ ഇലാ ദീനിക്കും, നിങ്ങളുടെ ദീനിലേക്ക്, അഥവാ അള്ളാഹുവിന്റെ കലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിച്ച്
ബയാൻ ചെയ്തു തന്ന് സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്ത അതേ രൂപത്തിൽ ആ കാര്യം മനസ്സിലാക്കി ജീവിതത്തിൽ അത് അമലാക്കി പോകുന്ന ആളുകൾ രക്ഷപ്പെട്ടു. വഹാദ വസിയ്യത്തി ലീ വലക്കും അക്തഫി ബിഹാദൽ ഖദർ വഅസ്അലുല്ലാഹൽ അലീം റബ്ബൽ അർശിൽ അലീം ബിഅസ്മാഇഹിൽ ഹുസ്ന വസിഫാതിഹിൽ ഉല അൻ യജ്അലനാ വഇയ്യാകും ജമീഅൻ മിനൽ ഹുദാത്തിൽ മുഹ്തദീൻ ഗൈറ ളാല്ലീന വലാ മുദല്ലീൻ വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹു വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.